ഹലോ വെൽക്കം ബാക്ക്. ഇവിടെ ഞാൻ ഒരു 5 to 6 പൊട്ടാറ്റോസാണ് ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒരു 5 to 6 വിസിൽസ് വരെ ബോയിൽ ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഈ പൊട്ടാറ്റോസിൻ്റെ സ്കിന്നൊക്കെ പീൽ ചെയ്യുക. സ്കിന്നെല്ലാം പീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിത് ഈ പൊട്ടാറ്റോസ് എല്ലാം നമുക്ക് നന്നായിട്ട് മാഷാക്കി വെക്കാം. ഒരു ഫോർക്കോ അല്ലെങ്കിൽ മാഷറോ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് മാഷാക്കി വെക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ മാഷാക്കിയാൽ മതി. ഫുള്ളായിട്ട് മാഷ് ആവേണ്ട, കുറച്ച് തരി ഇരുന്നോട്ടെ. ഇപ്പോൾ നമുക്കൊരു പാൻ വെച്ച് കൊടുക്കുക. അതിൽ നമുക്ക് കോക്കനട്ട് ഓയിലോ എനി കുക്കിംഗ് ഓയിലോ ഒഴിച്ച് കൊടുക്കുക. ഓയിലൊന്ന് ഹീറ്റ് ആയതിനു ശേഷം നമുക്ക് മാഷ് ചെയ്ത പൊട്ടാറ്റോ ഒന്ന് അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതാ നമ്മൾ മാഷാക്കി വെച്ചില്ലേ, അതാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഓയിൽ ട്രാൻസ്ഫർ ആക്കി കൊടുക്കുക. പൊട്ടാറ്റോ വന്നിട്ട് ചെറിയ ബേബീസിന് പിന്നെ ചെറിയ കിഡ്സിനൊക്കെ നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ധാരാളമായിട്ട് കുട്ടികൾക്ക് പൊട്ടാറ്റോ കൊടുക്കാം. 10 months കഴിഞ്ഞാൽ പൊട്ടാറ്റോ കൊടുക്കാൻ തുടങ്ങാം ബേബീസിന്. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് മാഷാക്കിയ പൊട്ടാറ്റോ നമുക്ക് നന്നായിട്ട് ഓയിൽ വന്നിട്ട് ഒന്ന് സോട്ടേ ചെയ്തെടുക്കാം. ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ടേമറിക് പൗഡറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. റെഡ് ചില്ലി പൗഡർ നിങ്ങൾക്ക് നിങ്ങളുടെ എരിവ് അനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തോളി. ഇപ്പോൾ നമുക്ക് നന്നായിട്ട് ഇത് സോട്ടേ ചെയ്തെടുക്കാം. കൊറിയൻഡർ പൗഡറാണ്, മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് നന്നായിട്ടൊന്നിത് മൂപ്പിച്ചെടുക്കുക. ഈ ഓയിലിൽ തന്നെ നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിൻ്റെ മസാല ഒക്കെ പൊട്ടാറ്റോയിൽ പിടിക്കുന്ന പോലെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ഇത് ചാറ്റ് മസാല ആണ്, ഇത് ഓപ്ഷണലാണ്, പക്ഷേ ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല അടിപൊളി ടേസ്റ്റാണ് ചാറ്റ് മസാല. ഇത് സൂപ്പർ മാർക്കറ്റിൽ എല്ലാം കിട്ടും, സാധാരണ കടകളിലും ഇപ്പോൾ കിട്ടാറുണ്ട്. ഇതുപോലെ നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇപ്പം നമുക്ക് ഒരു ബാറ്റർ തയ്യാറാക്കാനുണ്ട്. ഇത് കടലമാവാണ്, 2 കപ്പ് കടലമാവ്, പിന്നെ കുറച്ച് ഉപ്പാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര കടലമാവ് വേണോ അത്ര എടുത്തോളി. ഇത് ജീരകത്തിൻ്റെ പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇച്ചിരി ടേമറിക് പൗഡർ, കുറച്ച് മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് വന്നിട്ട് കാരം സീഡ്സ് ആണ്, പിന്നെ ബേക്കിംഗ് സോഡാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കാരം സീഡ്സ് അയമോദകമാണ്. ഇപ്പോൾ നമുക്കിത് നന്നായിട്ടൊരു മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ കുറച്ചായിട്ട് വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്കൊരു ബാറ്റർ ആക്കാം. നന്നായിട്ട് മിക്സ് ആക്കണേ. മിക്സ് ആക്കിയിട്ട് നിങ്ങൾക്ക് ഉപ്പ് പോരാണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് തിക്കായിട്ട് സെമി തിക്നെസ്സായിട്ട് നമുക്ക് ബാറ്റർ ഈ കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ മിക്സ് ചെയ്യേണ്ടത്. അധികം വെള്ളം പോലും ആവരുത്, അധികം തിക്നെസ്സും ആവരുത്. വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ അതുപോലെയാണ് ബാറ്റർ മിക്സ് ആവേണ്ടത്. ഇത് ഒരു 10-15 minutes വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മളൊരു പാൻ എടുക്കുക, കുക്കിംഗ് പാന്. അതിൽ നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ പൊട്ടാറ്റോ സ്റ്റഫിങ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലേ, അതാണ് ബോൾ പോലെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഈ ബാറ്ററിൽ മുക്കി പൊരിക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊരിക്കാനായിട്ട്, ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് കളർ മാറും, മാവൊന്നും വെന്തിട്ടുണ്ടാവില്ല. ഇതുപോലെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നന്നായിട്ട് പൊരിച്ചെടുക്കാൻ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ, തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കണേ. ഒരു 2-3 പ്രാവശ്യം ഇട്ട് കൊടുത്താൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ആലു ബോണ്ട അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെ ബോണ്ട കിട്ടും. നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് ബോണ്ടാണ് ഇത്. ഈവനിങ് സ്നാക്സിന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. നമ്മളുടെ ആലു ബോണ്ട അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെ ബോണ്ട റെഡിയാണ്. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ. നമ്മളുടെ പൊട്ടാറ്റോ ബോണ്ട ഇവിടെ റെഡിയാണ്. ഇത് കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വിട്ട് വന്നാൽ കൊടുക്കാൻ വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഇത് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കണേ. വലിയ ആൾക്കാർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. വളരെ ടേസ്റ്റി ആൻഡ് യമ്മിയാണ്, നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. നല്ല ചായൻ്റെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ട് ഈവനിങ് സ്നാക്സിന് കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്.
താങ്ക്സ് ഫോർ വാച്ചിങ്.